യെസ്, വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് നാം പഠിക്കുന്നത് എക്സാം ഫോക്കസിൽ വന്ന ഹൈസ്കൂൾ സെക്ഷന് വേണ്ടിയുള്ള 8, 9, 10 ക്ലാസ്. ഇതുതന്നെയാണ് പ്ലസ് 1, പ്ലസ് 2നും, ഇതുതന്നെയാണ് ഡിഗ്രി ക്ലാസ്സിലും വേണ്ടത്, ഇതുതന്നെയാണ് PSC പരിശീലനം നടത്തുന്നവർക്കും വേണ്ടത്. അതിലുള്ള ടാഗ് ക്വസ്റ്റ്യൻസാണ് ഫോർ 8th, 9th, 10th, plus 2 classes. First of all, let us introduce it. എന്താണ് ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെ ഒരു ടാഗ് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം? എന്താണ് ടാഗ്? ടാഗ് ഈസ് എ ടെയിൽ ക്വസ്റ്റ്യൻ ആഡഡ് ടു എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രസ്താവന പറയുന്നു, ആ പ്രസ്താവന ഉറപ്പിക്കാൻ വേണ്ടി, അനുകൂലമായി ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതികൂലമായി പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടി കേൾക്കുന്ന ആളോട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവളുടെ ഒരു അഭിപ്രായം കൂടെ തേടുന്നു. നീ നന്നായി പഠിക്കുന്നുണ്ട് അല്ലേ, ഇല്ലേ എന്നിങ്ങനെയൊക്കെ ചോദിക്കൽ. അവർ ഇന്ന് വരില്ല, വരുമോ? അപ്പം വരില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നുകൂടി ഉറപ്പിക്കലാണ്, വരുമോ? ഇങ്ങനെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ചേർക്കുന്ന ചെറു ചോദ്യമാണ്, കുറു ചോദ്യമാണ് ഇംഗ്ലീഷിൽ പറയുന്നു ടെയിൽ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ടാഗ് ക്വസ്റ്റ്യൻ. സോ ദ purpose is for seeking confirmation. നാം പറയുന്ന പ്രസ്താവന കേൾക്കുന്ന ആളുടെ അഭിപ്രായം അന്വേഷിക്കുന്നു, നമ്മുടെ പ്രസ്താവനയോട് യോജിക്കുന്നില്ലേ എന്ന്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. സോ ദ purpose of a tag is for seeking confirmation. ഉറപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മോശം കളിയാണ് എന്ന് നാം പറയുന്നു, എന്ന് ചോദിക്കുന്നു, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയല്ലേ? ഇതാണ് മലയാളം. ടുഡേ ഇറ്റ് ഈസ് സംവാട്ട് ബാഡ് സ്റ്റൈൽ. ഇന്ന് ബാഡ് സ്റ്റൈലാണ് അവർ ഉപയോഗിച്ചത്. ഇസ്ന്റ് ഇറ്റ് എന്ന് പറയുന്ന മാതിരി. ദേ ആർ പ്ലേയിങ് വെൽ, ആറിൻ്റെ ദേ എന്ന് ചോദിക്കുന്നത് പോലെ പ്രസ്താവനയ്ക്ക് ശേഷം നമ്മൾ ഒരു ചെറു ചോദ്യം ചേർക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം പറയുന്ന ആളുടെ പ്രസ്താവന ഒന്നുകൂടി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കേൾക്കുന്ന ആളുടെ അഭിപ്രായം തേടലാണ്. 2, ഇതെങ്ങനെ ചേർക്കാം? ആഡഡ് ടു എ സ്റ്റേറ്റ്മെൻറ്റ്. പറയുന്ന പ്രസ്താവനയോട് കൂട്ടിച്ചേർത്താണ് പറയേണ്ടത്, തനിച്ച് നിൽക്കുന്നതല്ല ടാഗ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, ഇനി PSCക്ക് ചോദിച്ചാലും UPSCക്ക് ചോദിച്ചാലും ഡിഗ്രിക്കാണെങ്കിലും പ്ലസ് 2നാണെങ്കിലും ടാഗ് മാത്രം എഴുതി വയ്ക്കരുത്. ഇറ്റ് ഈസ് ടു ബി ആഡഡ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. പ്രസ്താവന കണ്ടെങ്കിൽ, പ്രസ്താവന നെഗറ്റീവോ പോസിറ്റീവോ ആണെന്ന് കണ്ടെങ്കിലേ അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടെങ്കിലേ അത് സഹായകരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്രസ്താവന എഴുതി വെച്ചെങ്കിലേ അതിൽ പ്രോനൗൺ കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉത്തരം എഴുതുമ്പോൾ ടാഗ് മാത്രം എഴുതി വെക്കരുത്. ദ തേർഡ് റൂള്, ഇതൊക്കെ നിയമാവലികളാണ്. 2 types of statement. 2 തരത്തിലുള്ള പ്രസ്താവനകളുണ്ട്. 2 types of statements. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അനുകൂലമായി പറയുന്ന പ്രസ്താവനകൾ. ഷീ ലേൺസ് വെരി വെൽ, അനുകൂലമാണ്. ഷീ ലേൺസ് വെരി വെൽ. എന്നാൽ ഷീ ഡസിൻറ്റ് പ്ലേ വെൽ, പ്രതികൂലമാണ്. ഷീ ഡസിൻറ്റ് പ്ലേ വെൽ, അവളിന്ന് നന്നായി കളിക്കുന്നില്ല, ഇന്നത്തെ കളി മോശമാണ്, പ്രതികൂലമാണ്. സോ ദർ ആർ 2 types of statement. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. 5ാമത്തേത്, എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിനോട് നാം ഇത് ചേർക്കുന്നു? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ, സപ്പോസ്
when we use it, when we present it, if it is a positive statement, it takes negative tag. നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അനുകൂല പ്രസ്താവനയാണെങ്കിൽ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ, യു ഹാവ് ടു ആഡ് നെഗറ്റീവ് ടാഗ്. അതിന് ചേർക്കേണ്ടത് നെഗറ്റീവ് ടാഗാണ്. ഷീസ് എ സ്മാർട്ട് ഗേൾ. ഈസൻ ഷീ? ഷീസ് എ സ്മാർട്ട് ഗേൾ. അവൾ നല്ല ഉത്സാഹമുള്ള കുട്ടിയാണ്, നല്ല കുട്ടിയാണ് അല്ലേ? അപ്പം പറഞ്ഞത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റാണ്, ചേർത്തതോ നെഗറ്റീവ് ടാഗാണ്. തിരിച്ചും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് നെഗറ്റീവ് ടാഗ് ആണെങ്കിൽ, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് പോസിറ്റീവ് ടാഗ്. അപ്പോൾ അതിന് പോസിറ്റീവ് ടാഗ് കൊടുക്കണം. ഇറ്റ് ഈസ് നോട്ട് എ നൈസ് ഫുഡ്. ഇറ്റ് ഈസിൻ്റ് എ നൈസ് ഫുഡ്. ഇതൊന്നും ഒരു നല്ല ഭക്ഷണം അല്ലല്ലേ. ഇറ്റ് ഈസിൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്, എ നൈസ് ഫുഡ്. എന്നിട്ട് ടാഗ് കൊടുക്കുന്നു, ഈസ് ഇറ്റ്. ദെൻ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് പോസിറ്റീവ് ടാഗ്. നിഷേധ പ്രസ്താവനകൾക്ക് അനുകൂല ചോദ്യമാണ് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസിൻ്റെ ടേസ്റ്റി ഫുഡ്. അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു വന്നു, ഇറ്റ് വാസിൻ്റെ ടേസ്റ്റി ഫുഡ്. ആ ഭക്ഷണം കൊള്ളില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇറ്റ് വാസിൻ്റെ ടേസ്റ്റി ഫുഡ്. വാസ് ഇറ്റ്? അപ്പം വാസ് ഇറ്റ് എന്നാണ് കൊടുത്തത്, ഇവിടെ നോട്ട് വന്നതുകൊണ്ട്. ദെൻ യൂസ് ദി ഹെൽപ്പിംഗ് വേർബ് ഫോർ ദ ടാഗ്സ്. വളരെ പ്രധാനമാണ്. നാം ടാഗ് ഉപയോഗിക്കുമ്പോൾ, ടാഗ് ചേർക്കുമ്പോൾ അതിന് ഹെൽപ്പിംഗ് വേർബ് കണ്ടുപിടിക്കണം. പ്രധാന ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന സഹായക്രിയ എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് ടെൻസിനെ കാണിക്കും. ഷീ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഡസിനെ കാണിക്കും പോലെ, ഷീ പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഡിഡിനെ കാണിച്ച പോലെ, ഷീ വിൽ പ്ലേ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കാണിക്കുന്ന പോലെ. അപ്പം ഡസ് ഉപയോഗിച്ചിട്ട്, ഡിഡ് ഉപയോഗിച്ചിട്ട്, വിൽ ഉപയോഗിച്ചിട്ട്, പ്രസൻ്റാണോ പാസ്റ്റാണോ ഫ്യൂച്ചറാണോ എന്തോ ആകട്ടെ, വിച്ച് ഈസ് ദി പ്രൊനൗൺ യൂസ്ഡ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്. പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊനൗൺ എന്താണോ, ഹെൽപ്പിംഗ് വെർബ് എന്താണോ, ആ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ച് വേണം, ആ സഹായക്രിയ ഉപയോഗിച്ച് വേണം നമുക്ക് ടാഗ് രൂപപ്പെടുത്താൻ. ദെൻ യൂസ് സ്യൂട്ടബിൾ പ്രൊനൗൺ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരാളുടെ പേര് പറയുന്നു, സച്ചിൻ ഈസ് എ ഗുഡ് പ്ലെയർ. പേര് പറഞ്ഞു, പോസിറ്റീവാണ്. ടാഗ് ഈസിൻറ്റ് ഹി? ഹി. ബിക്കോസ് സച്ചിൻ മെയിൽ, അദ്ദേഹം പുരുഷൻ, അതുകൊണ്ട് ഹി. ഉഷ ഈസ് എ ഗുഡ് സ്പ്രിൻറ്റർ. ഉഷ സ്ത്രീ, അതുകൊണ്ട് ഇസിൻ ഷീ. അപ്പോൾ പ്രൊനൗൺ വളരെ പ്രധാനമാണ്. ടാഗ് ഉപയോഗിക്കുന്നത് ഒരിക്കലും നൗണാകാൻ പാടില്ല. പ്രസ്താവനയിൽ നൗണും ടാഗിൽ അനുയോജ്യമായ പ്രൊനൗണും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർബിലെ പ്രധാന ക്രിയയിലെ കൂടി നിൽക്കുന്ന സഹായക്രിയ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒപ്പരം ചേർന്ന് നിൽക്കുന്ന, വേറിട്ട് നിൽക്കുന്നതാണെങ്കിൽ അതിനെ കണ്ടുപിടിക്കുക. രണ്ടാമത്, പ്രസ്താവനയിലെ നൗൺ എന്താവട്ടെ, അത് പുരുഷനാണെങ്കിൽ മസ്കുലിൻ ജെൻഡർ ആണെങ്കിൽ ഹീ ചേർക്കുക, ഫെമിനിൻ ജെൻഡർ ആണെങ്കിൽ ഷീ ചേർക്കുക, അല്ലാത്ത ന്യൂട്രൽ ജെൻഡർ ആണെങ്കിൽ ഇറ്റ് ചേർക്കുക, ഇനി പ്ലൂറൽ ആണെങ്കിൽ ദേ ചേർക്കുക. ഇങ്ങനെയുള്ള ആ പ്രൊനൗൺസ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ, ലെറ്റിൽ തുടങ്ങുന്ന പ്രസ്താവനകൾക്ക് ഷാൽ എന്ന മോഡൽ സഹായക്രിയ ഉപയോഗിക്കണം. ലെറ്റിൽ തുടങ്ങുന്നവ വളരെ പ്രധാനമാണ്. എപ്പോഴും അതുതന്നെയാണോ ചോദിക്കുക. ലെറ്റ് us start the function. Let us start the function. അതാണ് പ്രസ്താവന. നമുക്ക് പരിപാടി ആരംഭിക്കാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നോട്ടും വേണ്ട, ഒന്നും വേണ്ട, ഷാൽ വി, ഇത്രയാണ് നമുക്ക് ചേർക്കേണ്ടത്. ലെറ്റ് us take the food. ഷാൽ വി. ലെറ്റ് വന്നാൽ പിന്നെ സാധാരണ രസം ഉണ്ടാവുക. ലെറ്റ് മീ ഗോ എന്ന് വെച്ചാൽ അത് വേറൊരു രീതിയിലുള്ള റിക്വസ്റ്റാണ്. അതൊക്കെ മാറിപ്പോയി. അപ്പോൾ ഇത്തരം വാചകങ്ങളാണ് ലെറ്റ് വെച്ചിട്ട് പറയുക.
അത് പ്രസ്താവനയല്ലല്ലോ. ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞ റിക്വസ്റ്റ് അല്ലേ. ഇവിടെ നമ്മൾ പ്രസ്താവനയുടെ കാര്യമാണ് പറയുന്നത്, അത് പ്രത്യേകം ഓർക്കണം. വി ആർ റെഫറിങ് അബൌട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, നോട്ട് അബൌട്ട് റിക്വസ്റ്റ് ഓർ അബൌട്ട് കമാൻഡ് ഓർ അബൌട്ട് ക്വസ്റ്റ്യൻ. അതൊന്നും ഇവിടെ നോക്കണ്ട. അതുകൊണ്ട് ലെറ്റ് us ഗോ, നമുക്ക് പോകാം. അല്ലേ, ഷാൽ വി. അപ്പം ലെറ്റിന് ഉപയോഗിക്കേണ്ടത് ഷാൽ. ഇനി അതുപോലെ തന്നെയാണ് ചെയ്യുന്നേരം നോക്കണത്. ആം എന്ന വാക്ക് ഐക്ക് വരുമ്പോൾ ചില സ്ഥലത്ത് ആർ എന്ന് വരും. അത് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാം. അത് നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. യെസ്, ലെറ്റ് us watch the examples. നാം പറഞ്ഞ നിയമാവലികളിൽ കൂട്ടിച്ചേർത്തിട്ടത് എക്സാമ്പിൾസ്. സച്ചിൻ ഈസ് എ ഫേമസ് പ്ലെയർ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. സച്ചിൻ പ്രശസ്തനായ കളിക്കാരനാണ്. ഫൈൻഡ് ഔട്ട് ദി ഹെൽപ്പിംഗ് വേർബ്. ഇവിടെ പ്രധാന ക്രിയ തന്നെയാണ് സഹായക്രിയയും. ആ ഈസിനെടുത്തു, ഈസ് വെച്ചു. ഇത് പോസിറ്റീവ് ടാഗ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇൻഡ് വെച്ചു. സച്ചിൻ എന്ന നൗണിന് പകരം ഹി എന്ന പ്രൊനൗണും വെച്ചു. അപ്പോൾ 3 നിയമം അവിടെ കഴിച്ചു. നോക്കൂ, ഹൃദിസ്ഥമാക്കി വെക്കുക ഓരോരോ എക്സാമ്പിളും. സച്ചിൻ ഈസ് എ ഫേമസ് പ്ലെയർ. ഈസ് പോസിറ്റീവ് ടാഗ് ആയതുകൊണ്ട് നെഗറ്റീവ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ടു ഇൻഡ്. സച്ചിൻ എന്ന പേരിന് പകരം ഹി ഉപയോഗിച്ചു, മസ്കുലിൻ ജെൻഡർ ആയതുകൊണ്ട്. മറ്റൊന്ന്, ഇറ്റ് വാസ് ഇൻ എ നൈസ് ഫുഡ്. നെഗറ്റീവ് ടാഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. ഇറ്റ് വാസ് ഇൻ എ നൈസ് ഫുഡ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ആ ഭക്ഷണം കൊള്ളില്ലായിരുന്നു അല്ലേ. ഇവിടെ നോട്ട് വന്നതുകൊണ്ട് കൊടുക്കണ്ട, നോട്ടില്ല. Was it? അപ്പോൾ ആസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് നെഗറ്റീവ് ടാഗ്, ആസ് സച്ച് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് പോസിറ്റീവ് ടാഗ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നിയമം. അതുകൊണ്ടാണത് ഹൃദിസ്ഥമാക്കി വെക്കണം എന്ന് പറഞ്ഞത്. അനുകൂല പ്രസ്താവനയ്ക്ക് പ്രതികൂലമായിട്ട് ടാഗ് ചേർത്തപ്പോൾ പ്രതികൂല പ്രസ്താവനയ്ക്ക് അനുകൂലമായിട്ട് ടാഗ് ചേർത്തു. നൗണിന് പകരം ടാഗിൽ പ്രൊനൗൺ ചേർത്തു. സഹായക്രിയയും പ്രധാനക്രിയ ഒന്നാണ്. സഹായക്രിയ നമ്മൾ എടുക്കുന്നത്, സഹായക്രിയ എടുത്തിട്ടു. പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇട്ടു, നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഇട്ടു. അടുത്തത്, ജൂലിയൻ വാസ് എ യങ് ഗേൾ. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ്. ജൂലിയൻ വാസ് എ യങ് ഗേൾ, 16 വയസ്സുള്ള പെൺകുട്ടി. ഇവിടെ ഞാൻ എഴുതി വെച്ചു വാസ് ഷീ. ശരിയാണോ? അല്ല. എന്തുകൊണ്ടല്ല? ജൂലിയൻ വാസ് എ യങ് ഗേൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അതുകൊണ്ട് കണ്ടോളൂ, മൈക്കാണ്, അത് പർപ്പസ്ഫുള്ളായിട്ട് എഴുതിയാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. വാസിൻറ്റ് ഷീ. അല്ലാണ്ട് ടാഗ് കണ്ടത് കൊണ്ടങ്ങ് ശരിയെന്ന് പറയലല്ല. അപ്പം പ്രസ്താവന കഴിഞ്ഞിട്ട് കൊമയും ടാഗ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കും, പ്രസ്താവന കഴിഞ്ഞിട്ട് കൊമയും ടാഗ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കും. കണ്ടോ? ജൂലിയൻ വാസ് എ യങ് ഗേൾ. ജൂലിയാൻ 16 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയാണ്. വാസ് ഇൻ ഷീ, ജൂലിയാന് ഷീ ഇട്ടു. സഹായക്രിയയ്ക്ക് സഹായക്രിയ എടുത്തിട്ടു. നൗണിന് പകരം പ്രൊനൗൺ ഇട്ടു. ഇത് പോസിറ്റീവ് ടാഗ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇട്ടു. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ഇട്ടു. ഇനി പ്രധാനപ്പെട്ടത് 2 കാര്യം കൂടിയാണ്. ശ്രദ്ധിക്കുക, ഹൃദിസ്ഥമാക്കി പഠിക്കുക. ലെറ്റ് us സ്റ്റാർട്ട് ദ പ്രോഗ്രാം. നമുക്ക് പരിപാടി തുടങ്ങാം. അല്ലേ, ലെറ്റിലാണ്. കണ്ടോ, ലെറ്റിലാണ് തുടങ്ങിയത്. ലെറ്റിൽ തുടങ്ങുന്ന പ്രസ്താവനകൾക്ക് ഷാലാണ്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണം. യു ഡോണ്ട് കെയർ സപ്പോസ് ഇറ്റ് ഈസ് ഓർ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഹിയർ ഈസ് ഓൺലി വൺ റൂൾ, വൺ നോ, ദാറ്റ് ഈസ് വെൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ബിഗിൻസ് വിത്ത് ലെറ്റ്. ലെറ്റ് കൊണ്ട് ആരംഭിക്കുമ്പോൾ അത് ഷാലിലാണ് ടാഗ് ചേർക്കേണ്ടത്. അതുകൊണ്ട് ലെറ്റ് us സ്റ്റാർട്ട് ദ പ്രോഗ്രാം. ഷാൽ വി. ഈ അസാണ് വി ആയിട്ട് വന്നത്. കണ്ടോ? അസ്, ലെറ്റ് us, വി.
അപ്പോൾ ലെറ്റിൽ തുടങ്ങിയത് കൊണ്ട് ഷാല്. ഇനി അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ച് ഐ ആം ഇൻ ദി റൈറ്റ്. ഞാൻ എഴുതിയത് ശരിയല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ല, എന്നോട് തെറ്റിപ്പോയി അല്ലേ, അതിനാണ് ഐ ആം ഇൻ ദി റൈറ്റ്. ഇൻഡ് വന്നു, അതുകൊണ്ട് ആം എടുത്തു. ആം ഐ? ഒരു മാറ്റമില്ല. എന്നാൽ മാറ്റമുണ്ട് അടുത്ത് പറയുന്നതിന്. ഐ ആം എ ഗുഡ് കുക്ക്. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് പറയുന്നു ഞാൻ നല്ലൊരു കുക്കാണല്ലേ എന്നൊക്കെ പറയാണ്. ഐ ആം എ ഗുഡ് കുക്ക്. അതിന് ആം ഐ, ഈ ആം ഐ ആയാലും ശരി, ആമിൻ്റെ ഐ ആയാലും ശരി, ആമിൻ്റെ ഐ നല്ല ചേർക്കേണ്ടത്. ശ്രദ്ധിക്കുക, ആറിൻ്റെ ഐ ചേർക്കേണ്ടത്, ആറിൻ്റെ ഐ. ഒന്നുകൂടി, ഐ ആം ഇൻ ദി റൈറ്റ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റാണ്, അതിന് മാത്രമേ ആം ഐ എന്ന പോസിറ്റീവ് ചേർക്കുമ്പോൾ, പോസിറ്റീവ് ടാഗ് ചേർക്കുമ്പോൾ ആം ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ പ്രസ്താവന ഐ ആം എ ഗുഡ് കുക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് ചേർക്കുമ്പോൾ നെഗറ്റീവ് ടാഗിൽ ആമിൻ്റെ ഐ ഉപയോഗിക്കാറില്ല. എന്ത് ഉപയോഗിക്കാറുള്ളൂ? ആറിൻ്റെ ഐ. ആറിൻ്റെ ഐ. കൺക്ലൂഡ് ചെയ്യാണ്. സച്ചിൻ ഈസ് എ ഫേമസ് പ്ലെയർ. കൊമയിടുന്നു, ഈസിൻ്റെ ഹി. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് ടാഗ്. ഇറ്റ് വാസ് ഇൻ എ നൈസ് ഫുഡ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതുകൊണ്ട് പോസിറ്റീവ്. വാസ് ഇറ്റ്? ജൂലിയൻ വാസ് എ യങ് ഗേൾ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതുകൊണ്ട് നെഗറ്റീവ് ടാഗ്. വാസ് ഇൻ ഷീ. ലെറ്റ് us സ്റ്റാർട്ട് ദ പ്രോഗ്രാം. ലെറ്റിൽ തുടങ്ങുന്നു, അതുകൊണ്ട് ഷാൽ വി. ഐ ആം ഇൻ ദി റൈറ്റ്. അവിടെ ആം ഐ സ്റ്റോപ്പ്. ഐ ആം എ ഗുഡ് കുക്ക്. ആമിൻ്റെ ഐ തെറ്റാണ്, ആറിൻ്റെ ഐ. അതുകൊണ്ട് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യുന്നു. ഐ ആം ഇൻ ദി റൈറ്റ്, ആം ഐ. ഐ ആം എ ഗുഡ് കുക്ക്, ആറിൻ്റെ ഐ. സോ ദിസ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ക്വസ്റ്റ്യൻ ടാഗ്. 8, 9, 10 ക്ലാസ്സുകൾക്ക് വീണ്ടും ഒരു തവണ നമുക്ക് പരീക്ഷയുടെ മുന്നേ ആവർത്തിക്കാം. താങ്ക് യു.